പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എൻ്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും ഇപ്പം സച്ചിൻ്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷിൻ്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ സച്ചിൻ്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അതിൽ സച്ചിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മൾ സാറന്മാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതും. അപ്പം ഞാൻ രതീഷോട് ചോദിച്ചത് അത്രയ്ക്ക് അങ്ങ് വേണം, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പം ഈ അടുത്ത് എൻ്റെ മദറിലോ പുള്ളിയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പം ഞാനെന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നിടയ്ക്ക് പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് സംസാരിക്കുന്ന കൂടി. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിനും ഓരോ ന്യൂവാൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അപ്പം അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിന് ആൾക്കാരുടെ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക്കായിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ഇതൊക്കെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എൻ്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിൽ ഒരു ഓഫീസ് ബോയോ ഒരു ക്ലിനിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ചിലപ്പോൾ സേതു. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് സച്ചിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണയും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിലും കുറച്ച് ഇമോഷണലായിട്ടും കുറച്ച് ആക്ഷൻ ഓറിയൻ്റഡായിട്ടും പറഞ്ഞു പോകുന്ന സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യം. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അത് രസകരമായിട്ടുള്ള രീതിയിൽ ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പൊതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.